പ്രിയ ശ്രോതാക്കളെ, സഹയാത്രികയിലേക്ക് സ്വാഗതം. ഇന്ന് സുസ്ഥിര ജീവിതത്തിന് മുലയൂട്ടൽ. ലോക മുലയൂട്ടൽ വാരാചരണത്തോടനുബന്ധിച്ച് എറണാകുളം ലിസി കോളേജ് ഓഫ് നഴ്സിംഗ് വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി. കഥാപാത്രങ്ങൾ: അവതാരക, കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സ്, മിഡ് ലെവൽ ഹെൽത്ത് വർക്കർ, അമ്മ. പങ്കെടുക്കുന്നവർ: അലീന MP, അനു രൂത്ത് സെബാസ്റ്റ്യൻ, ക്രിസ്റ്റി സാറ സാബു, ഡെൽന എലിസബത്ത് പ്രിൻസ്, അനില P ഷാജി, അഞ്ജന റോസ് ജിജോ. ലോക മുലയൂട്ടൽ വാരത്തോടനുബന്ധിച്ച് പരിപാടികൾ ആരംഭിക്കുകയാണ്. എല്ലാവരും ഹാളിലേക്ക് കടന്നിരിക്കുക. പ്രിയരെ, ലോക മുലയൂട്ടൽ വാരാചരണം 2026 സുസ്ഥിര ജീവിതത്തിന് മുലയൂട്ടൽ. ഓരോ വർഷവും ഓഗസ്റ്റ് 1 മുതൽ 7 വരെ ലോകമെമ്പാടും ലോക മുലയൂട്ടൽ വാരമായി ആചരിക്കാറുണ്ട്. ഈ വർഷത്തെ ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ പ്രമേയം സുസ്ഥിരമായ ജീവിതത്തിന്റെ മികച്ച തുടക്കത്തിനായി മുലയൂട്ടൽ, ഫലപ്രദമായ പിന്തുണാ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്താം. ഈ പ്രമേയം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു കുഞ്ഞിന്റെ ആരോഗ്യം അമ്മയുടെ മാത്രം ഉത്തരവാദിത്തമല്ല. കുടുംബവും ആരോഗ്യ പ്രവർത്തകരും തൊഴിൽ സ്ഥാപനങ്ങളും സമൂഹവും ഭരണകൂടവും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് വിജയകരമായ മുലയൂട്ടൽ സാധ്യമാകുന്നത്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ മുലയൂട്ടലിനെ കുറിച്ച് നിരവധി തെറ്റിദ്ധാരണകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എനിക്ക് പാൽ കുറവാണ്, സിസേറിയൻ കഴിഞ്ഞാൽ ഉടനെ മുലയൂട്ടാൻ കഴിയില്ല, ജോലിക്ക് പോകുന്ന അമ്മമാർക്ക് മുലയൂട്ടൽ തുടരാൻ സാധിക്കില്ല. ഇത്തരം സംശയങ്ങൾക്കൊക്കെ ശാസ്ത്രീയമായ മറുപടികൾ ഇന്ന് നമുക്കറിയാം. അതോടൊപ്പം തന്നെ നമുക്കറിയാത്ത മുലയൂട്ടലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വിശദമായി നമുക്കിന്ന് ചർച്ച ചെയ്യാം. ഇന്നത്തെ പരിപാടിയിൽ നമ്മോടൊപ്പം 3 വിശിഷ്ട അതിഥികളുണ്ട്. ആദ്യം സ്വാഗതം ചെയ്യുന്നത് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന ശ്രീമതി മഞ്ജു. സ്വാഗതം. നന്ദി. അടുത്തതായി നമ്മോടൊപ്പമുള്ളത് കമ്മ്യൂണിറ്റി ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന മിഡ് ലെവൽ ഹെൽത്ത് വർക്കറായ ശ്രീമതി ബിന്ദുവാണ്. സ്വാഗതം സിസ്റ്റർ. നന്ദി. ഓരോ അമ്മയ്ക്കും ശരിയായ അറിവും ആത്മവിശ്വാസവും പിന്തുണയും ലഭിക്കുമ്പോൾ മാത്രമാണ് വിജയകരമായ മുലയൂട്ടൽ സാധ്യമാകുന്നത്. ഈ പരിപാടിയിലൂടെ അതിന് സഹായമാകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു അതിഥി ഒരു നവമാതാവും സ്വന്തം അനുഭവങ്ങളിലൂടെ മറ്റമ്മമാർക്ക് പ്രചോദനവുമായ ശ്രീമതി സന്ധ്യ. സ്വാഗതം. വളരെയധികം നന്ദി. എൻ്റെ അനുഭവങ്ങൾ മറ്റമ്മമാർക്ക് ചെറിയൊരു ആത്മവിശ്വാസമെങ്കിലും നൽകാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ സന്തോഷം. മാഡം, പലരും മുലപ്പാലിനെ കുഞ്ഞിന്റെ ആദ്യ വാക്സിനെന്നും ആദ്യത്തെ സമ്പൂർണ്ണ ഭക്ഷണമെന്നും വിശേഷിപ്പിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഒരു കുഞ്ഞ് ജനിക്കുന്ന നിമിഷം മുതൽ ആവശ്യമായ എല്ലാ പ്രധാന പോഷക ഘടകങ്ങളും പ്രകൃതി ഒരുക്കിയിട്ടുള്ള ഏറ്റവും സമ്പൂർണമായ ഭക്ഷണമാണ് അമ്മയുടെ മുലപ്പാൽ. അതിൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ആയിരക്കണക്കിന് ജീവൻ രക്ഷാ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. കുഞ്ഞ് ജനിച്ച് ആദ്യ 1 മണിക്കൂറിനുള്ളിൽ തന്നെ മുലയൂട്ടൽ ആരംഭിക്കുമ്പോൾ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ശരീരത്തിൽ ഓക്സിറ്റോക്സിൻ എന്ന ഹോർമോൺ വർദ്ധിക്കുന്നു. ഇത് അമ്മയിൽ പാലിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും കുഞ്ഞിൽ സുരക്ഷിതത്വ ബോധവും മാനസിക അടുപ്പവും വളർത്തുകയും ചെയ്യുന്നു. അതുപോലെ പ്രസവശേഷമുള്ള രക്തസ്രാവം കുറയ്ക്കാനും ഗർഭപാത്രം വേഗത്തിൽ പഴയ നിലയിലേക്ക് മടങ്ങാനും സഹായിക്കുന്നു. സിസ്റ്റർ, പല വീട്ടിലും ഇന്നും ആദ്യമായി വരുന്ന മഞ്ഞ നിറമുള്ള പാൽ കളയണമെന്ന് പറയുന്നവരുണ്ട്. അതിന്റെ സത്യാവസ്ഥ എന്താണ്? അതാണ് ഏറ്റവും വലിയ തെറ്റിദ്ധാരണകളിൽ ഒന്ന്. ജനിച്ചതിന് ശേഷം ആദ്യ ദിവസങ്ങളിൽ വരുന്ന മഞ്ഞ നിറത്തിലുള്ള കട്ടിയുള്ള മുലപ്പാലിനെയാണ് കൊളസ്ട്രം എന്ന് വിളിക്കുന്നത്. കൊളസ്ട്രത്തിൽ ധാരാളം ആന്റിബോഡികളും വൈറ്റ് ബ്ലഡ് സെല്ലുകളും വളർച്ചാ ഘടകങ്ങളും അടങ്ങിയിരിക്കുന്നു. ഇത് കുഞ്ഞിന്റെ കുടലിനെ അണുബാധകളിൽ നിന്ന് സംരക്ഷിക്കുകയും ഭാവിയിൽ
പല രോഗങ്ങൾക്കുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് കൊളസ്ട്രം ഒരിക്കലും കളയരുത്. ഇനി നമുക്ക് സമൂഹത്തിൽ വ്യാപകമായി നിലനിൽക്കുന്ന ചില തെറ്റിദ്ധാരണകളെക്കുറിച്ച് സംസാരിക്കാം. പലപ്പോഴും ശാസ്ത്രീയ അറിവില്ലായ്മ കൊണ്ടാണ് അമ്മമാർ മുലയൂട്ടൽ പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നത്. അതുകൊണ്ട് ഓരോ സംശയത്തിനും ശാസ്ത്രീയമായ മറുപടി അറിയേണ്ടത് വളരെ പ്രധാനമാണ്. മാഡം, കുഞ്ഞു കരയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അമ്മയ്ക്ക് മുലപ്പാൽ പോരാ എന്നാണ്. നാം ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു കാര്യമാണിത്. ഇത് ശരിയാണോ? അല്ല, ഇത് തെറ്റിദ്ധാരണയാണ്. കുഞ്ഞുങ്ങൾ വിശപ്പ് കൊണ്ട് മാത്രമല്ല കരയുന്നത്. ഉറക്കം വരുമ്പോഴും ഡയപ്പർ നനയുമ്പോഴും ചൂട് കൂടുമ്പോഴും തണുപ്പ് അനുഭവപ്പെടുമ്പോഴും അമ്മയുടെ സാമീപ്യം ആഗ്രഹിക്കുമ്പോഴും അവർ കരയും. അതുകൊണ്ട് കുഞ്ഞു കരയുന്നു എന്നതുകൊണ്ട് മാത്രം അമ്മയ്ക്ക് പാൽ കുറവാണെന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. പാൽ മതിയാകുന്നുണ്ടോ എന്ന് മനസ്സിലാകേണ്ടത് കുഞ്ഞിന്റെ ഭാരം ശരിയായി കൂടുന്നുണ്ടോ, ദിവസത്തിൽ 6 അതിലധികമോ തവണ മൂത്രമൊഴിക്കുന്നുണ്ടോ, മുലയൂട്ടിയ ശേഷം കുഞ്ഞ് സംതൃപ്തനായി ഉറങ്ങുന്നുണ്ടോ, ഇവയെല്ലാം വിലയിരുത്തിയ ശേഷമാണ് അത് മനസ്സിലാകേണ്ടത്. മാഡം, പല അമ്മമാരും ചോദിക്കുന്ന കാര്യമാണ്, സിസേറിയൻ കഴിഞ്ഞാൽ മുലയൂട്ടൽ വൈകിക്കണോ? ഒരിക്കലുമില്ല. സിസേറിയൻ മുലയൂട്ടലിന് തടസ്സമല്ല. അമ്മയുടെ ആരോഗ്യനില തൃപ്തികരമാണെങ്കിൽ ജനിച്ച് കഴിയുന്നത്ര വേഗം കുഞ്ഞിനെ അമ്മയുടെ നെഞ്ചോട് ചേർക്കണം. കിടന്നുകൊണ്ടും സൈഡ് ലൈൻ പൊസിഷനിലും ഫുട്ബോൾ ഹോൾഡ് പോലുള്ള രീതികളിലും മുലയൂട്ടാൻ കഴിയും. നഴ്സുമാരുടെയും കുടുംബത്തിൻ്റെയും സഹായം ഇവിടെ വളരെ പ്രധാനമാണ്. സന്ധ്യയുടെ അനുഭവം ഒന്ന് വിശദീകരിക്കാമോ? എൻ്റെയും പ്രസവം സിസേറിയനായിരുന്നു. ആദ്യ ദിവസം എനിക്ക് വലിയ പേടിയായിരുന്നു. എനിക്ക് മുലയൂട്ടാൻ പറ്റില്ല എന്ന് ഞാൻ കരുതിയിരുന്നു. പക്ഷേ വാർഡിലെ നഴ്സുമാർ കുഞ്ഞിനെ ശരിയായ രീതിയിൽ പിടിക്കാനും പാല് കൊടുക്കാനും ഒക്കെ സഹായിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി സിസേറിയൻ കഴിഞ്ഞാലും മുലയൂട്ടൽ സാധ്യമാണെന്ന്. സിസ്റ്റർ, ആദ്യ 6 മാസങ്ങളിൽ വേനൽക്കാലത്ത് കുഞ്ഞിന് വെള്ളം കൊടുക്കേണ്ടതിൻ്റെ ആവശ്യം? ആദ്യ 6 മാസം സാധാരണ ആരോഗ്യവാനായ കുഞ്ഞിന് മുലപ്പാൽ മാത്രം മതി. മുലപ്പാലിൽ തന്നെ 87 മുതൽ 88% വരെ വെള്ളമുണ്ട്. അതുകൊണ്ട് വേനൽക്കാലത്ത് പോലും വെള്ളം, പഞ്ചസാര വെള്ളം, കൽക്കണ്ട വെള്ളം, തേൻ ഇവ ഒന്നും നൽകേണ്ടതില്ല. ഇവ അണുബാധയ്ക്കും വയറിളക്കത്തിനും കാരണമാകാം. മാഡം, ഒരു കാര്യം ചോദിക്കട്ടെ. ഫോർമുല പാൽ മുലപ്പാലിനേക്കാൾ പോഷക സമ്പുഷ്ടമാണെന്ന് പരസ്യങ്ങൾ കണ്ടിട്ട് പലരും അങ്ങനെ വിശ്വസിക്കാറുണ്ട്. ഇതിനെക്കുറിച്ച് അഭിപ്രായം എന്താണ്? ഫോർമുല പാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ആവശ്യമായി വരാം. പക്ഷേ അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ അമ്മയുടെ ശരീരം ഉണ്ടാക്കുന്ന മുലപ്പാലിന് പകരമാകാൻ കഴിയില്ല. സിസ്റ്റർ, അമ്മയ്ക്ക് പനിയോ ജലദോഷമോ ഉണ്ടെങ്കിൽ മുലയൂട്ടുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അമ്മയ്ക്ക് ചെറിയ ജലദോഷമോ പനിയോ ഉണ്ടെങ്കിൽ മിക്ക സാഹചര്യങ്ങളിലും മുലയൂട്ടൽ തുടരാം. കാരണം അമ്മയുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ആന്റിബോഡികൾ മുലപ്പാലിലൂടെ കുഞ്ഞിലേക്കും എത്തും. എന്നാൽ കൈ കഴുകുക, മാസ്ക് ധരിക്കുക, തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും ശ്രദ്ധിക്കുക. ഇവ നിർബന്ധമായും പാലിക്കണം. ഗുരുതര രോഗാവസ്ഥകളിൽ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിക്കണം. ശുചിത്വത്തിന് എപ്പോഴും കൂടുതൽ ശ്രദ്ധിക്കണം. മാഡം, മുലയൂട്ടുമ്പോൾ അമ്മമാർക്ക് ധാരാളം ഭക്ഷണ നിയന്ത്രണങ്ങൾ പറയാറുണ്ട്. ഇതിൽ എത്രത്തോളം സത്യമുണ്ട്? അനാവശ്യമായ ഭക്ഷണ നിയന്ത്രണങ്ങൾ ഒഴിവാക്കണം. സമീകൃത ഭക്ഷണമാണ് പ്രധാനം. ചോറ്, പയർവർഗ്ഗങ്ങൾ, മുട്ട, മത്സ്യം, പഴങ്ങൾ, പച്ചക്കറികൾ, പാൽ, ഇലക്കറികൾ ഇവ എല്ലാ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ഇന്ന് നിരവധി അമ്മമാർ പ്രസവശേഷം വീണ്ടും ജോലിയിൽ പ്രവേശിക്കുന്നു. അപ്പോൾ ജോലിക്ക് പോകുന്ന അമ്മമാർക്ക് മുലയൂട്ടൽ എങ്ങനെ തുടരാൻ കഴിയും? ഇതിനെക്കുറിച്ച് മാഡം പറയാമോ? തീർച്ചയായും ജോലിക്ക് പോകുന്നുവെന്നത് മുലയൂട്ടൽ അവസാനിപ്പിക്കാനുള്ള കാരണമല്ല. ശരിയായ ആസൂത്രണവും കുടുംബത്തിൻ്റെ പിന്തുണയും ഉണ്ടെങ്കിൽ ജോലി ചെയ്യുന്ന അമ്മമാർക്കും ആദ്യ 6 മാസം കുഞ്ഞിന് മുലപ്പാൽ നൽകാൻ കഴിയും. ആദ്യമായി ചെയ്യേണ്ടത് ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് കുഞ്ഞിനെ പൂർണ്ണമായി മുലയൂട്ടുക. ശേഷം ആവശ്യാനുസരണം പാൽ പിഴിഞ്ഞെടുത്ത് സുരക്ഷിതമായി സൂക്ഷിക്കാം. കുടുംബാംഗങ്ങൾ ആ പാൽ ശരിയായ രീതിയിൽ കുഞ്ഞിന് നൽകുകയും ചെയ്യാം. ഇങ്ങനെ ചെയ്താൽ കുഞ്ഞിന് അമ്മയുടെ പാൽ ലഭിക്കുകയും അമ്മയ്ക്ക് ജോലി തുടരുകയും ചെയ്യാം.
സിസ്റ്റർ, പാൽ പിഴിഞ്ഞെടുക്കുന്നത് കുഞ്ഞിന് നേരിട്ട് മുലയൂട്ടുന്നതിന് തുല്യമാണോ? കുഞ്ഞിനെ നേരിട്ട് മുലയൂട്ടുന്നതാണ് ഉത്തമം. അമ്മയ്ക്ക് കുഞ്ഞിന്റെ അടുത്ത് എത്താൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ മാത്രം പിഴിഞ്ഞെടുത്ത പാൽ വളരെ മികച്ചൊരു മാർഗമാണ്. ഇത് ഫോർമുല പാലിനേക്കാൾ വളരെ സുരക്ഷിതവും പോഷക സമ്പുഷ്ടവുമാണ്. മാഡം, പിഴിഞ്ഞെടുത്ത മുലപ്പാൽ ശേഖരിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? പിന്നീട് അത് എങ്ങനെ സൂക്ഷിക്കണം? മുലപ്പാൽ ശേഖരിക്കുന്നതിന് മുമ്പ് കൈകൾ നന്നായി കഴുകുക. വൃത്തിയുള്ള പാത്രത്തിലോ ബ്രസ്റ്റ് പമ്പിലോ പാൽ ശേഖരിച്ച് തീയതിയും സമയവും രേഖപ്പെടുത്തുക. ഓരോ തവണയും പുതിയ പാത്രം ഉപയോഗിക്കുക. കുഞ്ഞു കുടിച്ച് ബാക്കിയുള്ള പാൽ വീണ്ടും ഉപയോഗിക്കരുത്. പാൽ ശേഖരിച്ച ഉടൻ സുരക്ഷിതമായി സൂക്ഷിക്കണം. കുറച്ചു സമയം പുറത്തും കൂടുതൽ സമയം ഫ്രിഡ്ജിലും ദീർഘകാലം ഫ്രീസറിലും സൂക്ഷിക്കാം. ഉരുകിയ പാൽ വീണ്ടും ഫ്രീസ് ചെയ്യരുത്. ചൂടാക്കുമ്പോൾ തിളപ്പിക്കാതെ ചെറു ചൂടുള്ള വെള്ളത്തിൽ വെച്ച് പതുക്കെ ചൂടാക്കുക. മാഡം, ഇന്ന് പല പൊതുസ്ഥലങ്ങളിലും ബ്രസ്റ്റ് ഫീഡിംഗ് റൂം എന്ന സംവിധാനം ഒരുക്കുന്നുണ്ട്. ഇതിന്റെ പ്രാധാന്യം എന്താണ്? ഇത് ഓരോ സമൂഹവും ഗൗരവമായി കാണേണ്ട വിഷയമാണ്. ഒരു അമ്മയ്ക്ക് കുഞ്ഞിന് വിശക്കുമ്പോൾ എവിടെയായിരുന്നാലും ആത്മാഭിമാനത്തോടെ മുലയൂട്ടാൻ കഴിയണം. അതിന് സുരക്ഷിതവും ശുചിത്വവുമായ സ്വകാര്യത ഉറപ്പുള്ള ബ്രസ്റ്റ് ഫീഡിംഗ് റൂമുകൾ ആവശ്യമാണ്. ഇത് അമ്മയുടെയും കുഞ്ഞിൻ്റെയും അവകാശമാണ്. പൊതുസ്ഥലങ്ങളിൽ മുലയൂട്ടുമ്പോൾ ചില അമ്മമാർക്ക് മടിയും അസ്വസ്ഥതയും അനുഭവപ്പെടാറുണ്ട്. സന്ധ്യ, നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. ഒരു ദിവസം കുഞ്ഞുമായി യാത്ര ചെയ്യുമ്പോൾ അവന് വിശന്നു. പക്ഷേ ചുറ്റുമുള്ള ആളുകൾ എന്ത് ചിന്തിക്കുമോ എന്ന ഭയത്തിൽ എനിക്ക് മുലയൂട്ടാൻ മടി തോന്നി. പിന്നീട് ഒരു ഷോപ്പിംഗ് മാളിൽ ബ്രസ്റ്റ് ഫീഡിംഗ് റൂം കണ്ടു. അവിടെ വളരെ ശുചിത്വത്തോടെയും സ്വകാര്യതയോടെയും കുഞ്ഞിനെ മുലയൂട്ടാൻ കഴിഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നിയത്, ഇത്തരം സൗകര്യങ്ങൾ എല്ലാ പൊതുസ്ഥലങ്ങളിലും ഉണ്ടായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നേനെ എന്നാണ്. സിസ്റ്റർ, പൊതുസ്ഥലങ്ങളിൽ മുലയൂട്ടുമ്പോൾ എന്തൊക്കെ ശുചിത്വ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? മുലയൂട്ടൽ സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ്. അതിനെക്കുറിച്ച് ആർക്കും ലജ്ജയോ കുറ്റബോധമോ തോന്നേണ്ടതില്ല. എന്നാൽ ചില ശുചിത്വ കാര്യങ്ങൾ പാലിക്കണം. മുലയൂട്ടുന്നതിന് മുമ്പ് കൈകൾ വൃത്തിയായി കഴുകുക. ഉപയോഗിക്കുന്ന ബ്രസ്റ്റ് പമ്പ് അല്ലെങ്കിൽ സ്റ്റോറേജ് കണ്ടെയ്നർ വൃത്തിയായി സൂക്ഷിക്കുക. കുഞ്ഞിന്റെ സാധനങ്ങൾ ശുചിയായി സൂക്ഷിക്കുക. പാൽ ശേഖരിക്കുന്ന പാത്രങ്ങൾ അണുവിമുക്തമാക്കുക. ബ്രസ്റ്റ് ഫീഡിംഗ് റൂം ഉപയോഗിച്ച ശേഷം വൃത്തിയായി സൂക്ഷിക്കുക. ഇത്തരം ചെറിയ കാര്യങ്ങൾ പോലും അണുബാധ തടയാൻ സഹായിക്കും. ഇതുവരെ നമ്മൾ മുലപ്പാലിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും രോഗബാധിതവും അകാലത്തിൽ ജനിച്ചതുമായ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാലിന്റെ അനിവാര്യതയെക്കുറിച്ചും മനസ്സിലാക്കി. ഇപ്പോൾ പലർക്കും അത്ര പരിചിതമല്ലാത്ത ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഹ്യൂമൻ മിൽക്ക് ബാങ്ക് അഥവാ മുലപ്പാൽ ബാങ്ക്. പലരും ചോദിക്കാറുണ്ട്, രക്തബാങ്ക് പോലെ മുലപ്പാൽ ബാങ്കോ? മറ്റൊരമ്മയുടെ പാൽ എൻ്റെ കുഞ്ഞിന് കൊടുക്കാൻ സുരക്ഷിതമാണോ? ആർക്കൊക്കെയാണ് പാൽ ദാനം ചെയ്യാൻ കഴിയുക? ഇത്തരം സംശയങ്ങൾക്ക് ഉത്തരമറിയാൻ വീണ്ടും നമുക്ക് മാഡത്തിലേക്ക് പോകാം. വളരെ പ്രസക്തമായ വിഷയമാണ് മുലപ്പാൽ ബാങ്ക് എന്നത്. ആരോഗ്യമുള്ള മുലയൂട്ടുന്ന അമ്മമാർ സ്വന്തം കുഞ്ഞിന് ആവശ്യമായതിലധികമുള്ള മുലപ്പാൽ സുരക്ഷിതമായി ദാനം ചെയ്യുന്ന ഒരു കേന്ദ്രമാണ്. ആ പാൽ ശാസ്ത്രീയമായ പരിശോധനകൾക്ക് ശേഷം പ്രത്യേക രീതിയിൽ ശുദ്ധീകരിച്ച് സുരക്ഷിതമായ താപനിലയിൽ സൂക്ഷിക്കുകയും അമ്മയുടെ പാൽ ലഭ്യമാകാത്ത കുഞ്ഞുങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നു. ഇത് ലോകാരോഗ്യ സംഘടനയും വിവിധ രാജ്യങ്ങളിലെ ശിശുരോഗ വിദഗ്ധ സംഘടനകളും അംഗീകരിച്ചിട്ടുള്ള ഒരു സുരക്ഷിത സംവിധാനമാണ്. ഏതൊക്കെ കുഞ്ഞുങ്ങൾക്കാണ് മുലപ്പാൽ ബാങ്കിലെ പാൽ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത്? പ്രധാനമായും വളരെ അകാലത്തിൽ ജനിച്ച, കുറഞ്ഞ ജനനഭാരമുള്ള അല്ലെങ്കിൽ അമ്മയ്ക്ക് മുലയൂട്ടാൻ കഴിയാത്ത കുഞ്ഞുങ്ങൾക്ക് ഡോണർ ഹ്യൂമൻ മിൽക്ക് നൽകുന്നു. ഫോർമുല മിൽക്കിനേക്കാൾ ഇത് സുരക്ഷിതമാണ്. കാരണം മുലപ്പാലിലെ സംരക്ഷണ ഘടകങ്ങൾ ഇതിലും നിലനിൽക്കുന്നു. മുലപ്പാൽ ദാനം ചെയ്യാനും ബാങ്കിൽ നിന്ന് ലഭിക്കുന്ന പാൽ കുഞ്ഞിന് നൽകാനും എന്തെല്ലാം നടപടികളുണ്ട്? മുലപ്പാൽ ദാനം ചെയ്യുന്നതിന് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. അമ്മയുടെ ആരോഗ്യനില വിലയിരുത്തുകയും HIV, ഹെപ്പറ്റൈറ്റിസ് B, ഹെപ്പറ്റൈറ്റിസ് C, സിഫിലിസ് തുടങ്ങിയ പരിശോധനകൾ നടത്തുകയും ചെയ്യും. എല്ലാ പരിശോധനകളും തൃപ്തികരമാണെങ്കിൽ മാത്രമേ പാൽ സ്വീകരിക്കൂ. ശേഖരിച്ച പാൽ പാസ്ചറൈസേഷൻ വഴി രോഗാണുവിമുക്തമാക്കി വീണ്ടും പരിശോധനകൾ നടത്തിയ ശേഷമാണ് കുഞ്ഞിന് നൽകുന്നത്. അതിനാൽ
മുലപ്പാൽ ബാങ്കിലെ പാൽ സുരക്ഷിതവും വിശ്വസനീയവുമാണ്. മാഡം, മുലപ്പാൽ ദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന അമ്മമാർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ആദ്യം സ്വന്തം കുഞ്ഞിന്റെ ആവശ്യങ്ങൾ നിറവേറ്റിയ ശേഷം അധികമുള്ള പാലാണ് ദാനം ചെയ്യേണ്ടത്. പാൽ ശേഖരിക്കുമ്പോൾ കൈകൾ കഴുകുക, വൃത്തിയുള്ള പാത്രം ഉപയോഗിക്കുക, ശരിയായ രീതിയിൽ സൂക്ഷിക്കുക. ഇവ പാലിച്ചാൽ പാൽ സുരക്ഷിതമായി ഉപയോഗിക്കാം. മാഡം, കേരളത്തിൽ ഇപ്പോൾ മുലപ്പാൽ ബാങ്കുകളുടെ ആവശ്യകത വർദ്ധിച്ചു വരുന്നുണ്ടല്ലോ. തീർച്ചയായും ആരോഗ്യരംഗം വളരുന്നതോടെ കൂടുതൽ അകാല പ്രസവങ്ങൾ വിജയകരമായി ചികിത്സിക്കാൻ കഴിയുന്നുണ്ട്. അതോടൊപ്പം ഡോണർ ഹ്യൂമൻ മിൽക്കിൻ്റെ ആവശ്യകതയും വർദ്ധിക്കുന്നു. ഓരോ ആരോഗ്യവതിയായ മുലയൂട്ടുന്ന അമ്മയും സാഹചര്യം അനുകൂലമാണെങ്കിൽ മുലപ്പാൽ ദാനത്തെക്കുറിച്ച് ചിന്തിക്കണം. ഒരു ചെറിയ ദാനം ഒരു നവജാത ശിശുവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതീക്ഷയായി മാറാം. സന്ധ്യ, നിങ്ങൾ മുലപ്പാൽ ദാനം ചെയ്ത അനുഭവം ഞങ്ങളുമായി പങ്കുവെക്കാമോ? തീർച്ചയായും. എൻ്റെ കുഞ്ഞ് ജനിച്ചതിനു ശേഷം എനിക്ക് ആവശ്യത്തിൽ അധികം പാൽ ഉണ്ടാകാറുണ്ടായിരുന്നു. ആദ്യം അത് വെറുതെ കളയുകയായിരുന്നു. പിന്നീട് ആശുപത്രിയിലെ നഴ്സാണ് മുലപ്പാൽ ബാങ്കിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നത്. ആദ്യമായി കേട്ടപ്പോൾ എനിക്ക് അത്ഭുതമായിരുന്നു. എൻ്റെ പാൽ മറ്റൊരു കുഞ്ഞിന് കൊടുക്കുമോ എന്നതായിരുന്നു എൻ്റെ സംശയം. ശേഷം ഡോക്ടർമാർ എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞു തന്നു. പരിശോധനകൾ നടത്തി. എല്ലാം സുരക്ഷിതമാണെന്ന് മനസ്സിലായപ്പോൾ ഞാൻ സന്തോഷത്തോടെ പാൽ ദാനം ചെയ്തു. പലപ്പോഴും നമ്മൾ കുഞ്ഞിന്റെ ആരോഗ്യത്തെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. എന്നാൽ കുഞ്ഞിന് ജന്മം നൽകിയ അമ്മയുടെ മനസ്സിനെക്കുറിച്ച് എത്രമാത്രം ചിന്തിക്കാറുണ്ട്? പ്രസവശേഷം ചില അമ്മമാർക്ക് കാരണമില്ലാതെ കരച്ചിൽ വരാം. ചിലർക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെടാം. ചിലർക്ക് കുഞ്ഞിനെ ശരിയായി നോക്കാൻ കഴിയുമോ എന്ന ആശങ്കയുണ്ടാകാം. ഈ മാനസികാവസ്ഥയും മുലയൂട്ടലും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? മാഡം, അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? മുലയൂട്ടൽ ഒരു ശാരീരിക പ്രവർത്തനം മാത്രമല്ല, വൈകാരിക അനുഭവം കൂടിയാണ്. ഇതിൽ പ്രൊലാക്റ്റിൻ പാൽ ഉൽപ്പാദിപ്പിക്കാനും ഓക്സിറ്റോക്സിൻ അമ്മയെ ശാന്തയാക്കാനും ഉത്കണ്ഠ കുറയ്ക്കാനും കുഞ്ഞിനോട് അടുപ്പം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. അതിനാൽ വിജയകരമായ മുലയൂട്ടൽ അമ്മയുടെ മാനസികാരോഗ്യത്തിനും ഗുണകരമാണ്. ഒരു അമ്മയുടെ മാനസികാവസ്ഥയും കുടുംബത്തിന്റെ പിന്തുണയും പാലിന്റെ ഉൽപ്പാദനത്തെ എങ്ങനെ ബാധിക്കുന്നു? അമിതമായ സമ്മർദ്ദം, ഭയം, ഉത്കണ്ഠ, വിശ്രമക്കുറവ് എന്നിവ പാൽ ഉൽപ്പാദനത്തെ ബാധിക്കാം. അതിനാൽ അമ്മയ്ക്ക് ശാന്തമായ അന്തരീക്ഷം, വിശ്രമം, പോഷകാഹാരം, സ്നേഹപൂർവമായ പിന്തുണ എന്നിവ ആവശ്യമാണ്. മുലയൂട്ടൽ അമ്മയുടെ മാത്രം ഉത്തരവാദിത്തമല്ല, കുടുംബത്തിൻ്റെയും കൂടിയുള്ളതാണ്. കുഞ്ഞിനെ നോക്കാനും അമ്മയ്ക്ക് ഭക്ഷണവും വിശ്രമവും നൽകാനും പ്രോത്സാഹിപ്പിക്കാനും കുടുംബാംഗങ്ങൾ സഹായിക്കണം. ഇത് അമ്മയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് സഹായിക്കുകയും ചെയ്യും. പ്രിയരെ, ഇന്നത്തെ പരിപാടിയിൽ മുലയൂട്ടലിന്റെ പ്രാധാന്യം, തെറ്റിദ്ധാരണകൾ, മുലപ്പാൽ ബാങ്ക്, അമ്മമാരുടെ മാനസികാരോഗ്യം, ശുചിത്വം, പോഷകാഹാരം എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്തു. ഈ വർഷത്തെ ലോക മുലയൂട്ടൽ വാരത്തിന്റെ പ്രമേയം സുസ്ഥിരമായ ജീവിതത്തിന്റെ മികച്ച തുടക്കത്തിനായി മുലയൂട്ടൽ, ഫലപ്രദമായ പിന്തുണാ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്താമെന്നതാണ്. ഓരോ അമ്മയ്ക്കും കുഞ്ഞിനും ആവശ്യമായ പിന്തുണ നൽകുക എന്നതാണ് ഇതിന്റെ സന്ദേശം. മുലയൂട്ടൽ അമ്മയുടെ മാത്രം ഉത്തരവാദിത്തമല്ല, കുടുംബത്തിന്റെയും ആരോഗ്യ പ്രവർത്തകരുടെയും സമൂഹത്തിന്റെയും കൂട്ടായ പിന്തുണ ഓരോ കുഞ്ഞിനും മികച്ച തുടക്കം ഉറപ്പാക്കാൻ ആവശ്യമാണ്. ഓരോ അമ്മയെയും നമുക്ക് പിന്തുണയ്ക്കാം. ഓരോ കുഞ്ഞിനും മുലപ്പാലെന്ന അവകാശം ഉറപ്പാക്കാം. ആരോഗ്യകരവും സുസ്ഥിരവുമായ ഒരു തലമുറയെ വാർത്തെടുക്കാം. ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ലോക മുലയൂട്ടൽ വാരത്തോടനുബന്ധിച്ച പരിപാടികൾ ഇവിടെ സമാപിക്കുകയാണ്. ലോക മുലയൂട്ടൽ വാരാചരണാശംസകൾ. സുസ്ഥിര ജീവിതത്തിന് മുലയൂട്ടൽ പ്രത്യേക പരിപാടി സമാപിക്കുന്നു. അവതരണം എറണാകുളം ലിസി കോളേജ് ഓഫ് നഴ്സിംഗ് വിദ്യാർത്ഥികൾ. പങ്കെടുത്തവർ അലീന NP, അനു രൂത്ത് സെബാസ്റ്റ്യൻ, ക്രിസ്റ്റി സാറ ബാബു, ഡെൽന എലിസബത്ത് പ്രിൻസ്, അമല P ഷാജി, അഞ്ജന റോസ് ജിജോ. ഇനിയൊരു ലളിതഗാനം MS മനോജ് കുമാർ പാടിയത്. ഗാനരചന സച്ചിദാനന്ദൻ പുഴങ്കര,
സംഗീതം പി ഡി തോമസ്. പുലരിയെന്നൊരു സങ്കടക്കിളി നിലവിളിച്ചതു കേട്ടുവോ? ഇല്ല, ഞങ്ങളനാഥമാക്കുകയില്ല ഈ പ്രിയ നാടിനെ. ഇല്ല, നമ്മളനാഥമാക്കുകയില്ല നമ്മുടെ ഭൂമിയെ. ഉപ്പുനീര് നിറഞ്ഞ കണ്ണുകൾ തുറന്ന് നമ്മൾ കാണുക. പുലരിയെന്നൊരു സങ്കടക്കിളി നിലവിളിച്ചതു കേട്ടുവോ? ഇല്ല, ഞങ്ങളനാഥമാക്കുകയില്ല ഈ പ്രിയ നാടിനെ. ഇല്ല, നമ്മളനാഥമാക്കുകയില്ല നമ്മുടെ ഭൂമിയെ. ഉപ്പുനീര് നിറഞ്ഞ കണ്ണുകൾ തുറന്ന് നമ്മൾ കാണുക. കൈപ്പുനീരു നിറഞ്ഞ തൊണ്ട തുറന്നു നമ്മൾ പാടുക. കിളികൾ പാടും പാട്ടിലുള്ളൊരു കനവിലൂടെ നടക്കുക. കൈപ്പുനീരു നിറഞ്ഞ തൊണ്ട തുറന്നു നമ്മൾ പാടുക. കിളികൾ പാടും പാട്ടിലുള്ളൊരു കനവിലൂടെ നടക്കുക. കവികൾ മൊഴിയും നെറിവിലുള്ളൊരു വഴിയിലൂടെ നടക്കുക. പുഴയിലൊന്നു കുളിച്ചു കയറി മിഴികൾ തോർത്തിയുണക്കുക. കവികൾ മൊഴിയും നെറിവിലുള്ളൊരു വഴിയിലൂടെ നടക്കുക. പുഴയിലൊന്നു കുളിച്ചു കയറി മിഴികൾ തോർത്തിയുണക്കുക. പുലരിയെന്നൊരു സങ്കടക്കിളി നിലവിളിച്ചതു കേട്ടുവോ? ഇല്ല, ഞങ്ങളനാഥമാക്കുകയില്ല ഈ പ്രിയ നാടിനെ. ഇല്ല, നമ്മളനാഥമാക്കുകയില്ല നമ്മുടെ ഭൂമിയെ. ഉപ്പുനീര് നിറഞ്ഞ കണ്ണുകൾ തുറന്ന് നമ്മൾ കാണുക. ഉപ്പുനീരു നിറഞ്ഞ കണ്ണുകൾ തുറന്നു നമ്മൾ കാണുക. കൈപ്പുനീരു നിറഞ്ഞ തൊണ്ട തുറന്ന് നമ്മൾ പാടുക. ഉപ്പുനീരു നിറഞ്ഞ കണ്ണുകൾ തുറന്നു നമ്മൾ കാണുക. കൈപ്പുനീരു നിറഞ്ഞ തൊണ്ട തുറന്ന് നമ്മൾ പാടുക. കിളികൾ പാടും പാട്ടിലുണ്ടൊരു കനവിലൂടെ നടക്കുക. കവികൾ മൊഴിയും നെറിവിലുള്ളൊരു വഴികളിലൂടെ നടക്കുക.
കിളികളെ പാടും പാട്ടിലുണ്ടൊരു കനവിലൂടെ നടക്കുക, കവികള് മൊഴിയും നെറിവിലുള്ളൊരു വഴികളിലൂടെ നടക്കുക. പുലരിയെന്നൊരു സങ്കടക്കിളി നിലവിളിച്ചതു കേട്ടുവോ? ഇല്ല, ഞങ്ങളനാഥമാക്കുകയില്ല ഈ പ്രിയ നാടിനെ. ഇല്ല, നമ്മളനാഥമാക്കുകയില്ല നമ്മുടെ ഭൂമിയെ. ഉപ്പുനീര് നിറഞ്ഞ കൺകള് തുറന്ന് നമ്മള് കാണുക. പുഴയിലൊന്നു കുളിച്ചു കയറി മിഴികള് തോർത്തിയുണക്കുക, നിറക്കുടങ്ങളടച്ചിടും പുതുവികസനങ്ങളെയാട്ടുക. പുഴയിലൊന്നു കുളിച്ചു കയറി മിഴികള് തോർത്തിയുണക്കുക, നിറക്കുടങ്ങളടച്ചിടും പുതുവികസനങ്ങളെയാട്ടുക. മണ്ണിലു നട്ടു നനച്ചു നമ്മളു നന്മകളു വിളയിക്കുക, കണ്ണിലെണ്ണയൊഴിച്ചു കാക്കുക നല്ല വാക്കിൻ വിത്തുകള്. ജന്മപുണ്യമതെന്നു കാണുക ചില്ല പച്ചകള്. തിന്മകൾക്കു പിറന്ന സങ്കടമിന്നു തീയിലെരിക്കുക. പുലരിയെന്നൊരു സങ്കടക്കിളി തുയിലുണർത്തിയ കേട്ടുവോ? ഇല്ല, ഞങ്ങളനാഥമാക്കുകയില്ല ഈ പ്രിയ നാടിനെ. ഇല്ല, നമ്മളനാഥമാക്കുകയില്ല നമ്മുടെ ഭൂമിയെ. ഇല്ല, നമ്മളനാഥമാക്കുകയില്ല നമ്മുടെ ഭൂമിയെ. ഇല്ല, നമ്മളനാഥമാക്കുകയില്ല നമ്മുടെ ഭൂമിയെ. MS മനോജ് കുമാർ പാടിയ ഈ ലളിതഗാനത്തോടെ ഇന്നത്തെ സഹയാത്രിക സമാപിക്കുന്നു. നിർവഹണം ലൗലി, സഹായം KV ലീല.